അന്ന് പെയ്ത മഴയിൽ ഭാഗം 3. അവൻ ഓടിച്ചെന്ന് ജനൽ കമ്പിയെ പിടിച്ചു. അമ്മ, എന്തേ കാണിക്കുന്നേ? പോടാ, എനിക്ക് ഈ ജീവിതം മതിയായി. ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത്? മക്കൾക്ക് നല്ലൊരു കുടുംബം ഉണ്ടായി കാണാനാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് നടത്തി തരാൻ നിനക്കൊന്നും കഴിയില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? അമ്മ വേണ്ട, അമ്മയൊക്കെ ഒന്നും കാണിക്കരുത് പ്ലീസ്, അർജുൻ പറഞ്ഞു. ഇല്ലടാ, എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. നിങ്ങളെയൊക്കെ നോക്കാനും വളർത്താനും മെനക്കിടുന്നതിനിടയിൽ ഞാൻ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതിൻ്റെ കണക്ക് പറഞ്ഞ് ഇന്ന് വരെ നിന്നോടൊന്നും ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ആകെ ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ്, നിങ്ങൾക്കൊരു കുടുംബജീവിതം ഉണ്ടായി കാണണമെന്ന്. അത് നടത്തി തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രതീക്ഷിച്ചാടാ ഞാൻ ജീവിക്കേണ്ടത്? മതിയായി, എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കും ഞാൻ. അതും പറഞ്ഞ് പത്മാവതി കഴുത്തിൽ കുരുക്കിട്ടു. അർജുൻ നടുങ്ങി. അമ്മ വേണ്ട അജു, നീ കണ്ടില്ല അമ്മയുടെ അവസ്ഥ? ഇനിയും എന്തിനാണ് ഈ വാശി? നീ നമ്മളെ നൊന്ത് പ്രസവിച്ച അമ്മയല്ലേടാ അത്? അവരെ കൊലക്ക് കൊടുത്തിട്ട് നീ എന്ത് സേവനം ചെയ്തിട്ടും എന്താണ് കാര്യം? അതുകൊണ്ട് വിവാഹത്തിന് സമ്മതിക്കടാ, പ്രഭ പറഞ്ഞു. അവൻ ദീനതയോടെ ചേച്ചിയെ നോക്കി. അതെ ഏട്ടാ, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി സമ്മതിക്കേ. ദൈവവും ദീനതയോടെ കീണു. അർജുനാകെ ധർമ്മസങ്കടത്തിലായി. ശരി, ഞാൻ സമ്മതിക്കാം. നിങ്ങൾ പറയുന്ന ഏത് പെൺകുട്ടി വേണമെങ്കിലും വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. അവൻ പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ അവനെ നോക്കി. പത്മാവതി കുരുക്കൂരി മാറ്റി അവനെ നോക്കി. നീ കാര്യമായി തന്നെ പറഞ്ഞതാണോ, അതോ എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? പത്മ സംശയത്തോട് ചോദിച്ചു. അല്ല, കാര്യമായി തന്നെ പറഞ്ഞതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ, എനിക്കൊരു എതിർപ്പില്ല. അതും പറഞ്ഞ് അവൻ നടന്നത് മൂവരും സന്തോഷത്തോടെ ചിരിച്ചു. അങ്ങനെ ഓപ്പറേഷൻ സക്സസ്. മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അർജുൻ. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ തല പെരുക്കുന്നത് പോലെ തോന്നി അവന്. അവൻ കുറച്ചു സമയം കസേരയിലിരുന്നു. കണ്ണുകളടച്ച് ചാരിയിരിക്കവേ അവൻ്റെ മനസ്സിൽ ചില ചിത്രങ്ങൾ മിന്നിമറഞ്ഞു. തകർത്ത് പെയ്യുന്ന പേമാരിയിൽ ഓടി വരുന്ന ഒരു പെൺകുട്ടി. പിറകെ കാറിൽ 3-4 പേർ അവരെ പിടിക്കാനെന്നോണം വരുന്നു. ഭയന്നവൾ ഒരു കിടിലത്തിൽ കയറി ഒളിച്ചു. കാറ് പോയതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. പെട്ടെന്ന് തോളിലൊരു കൈ വന്നു പതിഞ്ഞതും അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പിന്നെ ഉറക്കെ നിലവിളിച്ചതും അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ഒരു നിമിഷം പകച്ചുകൊണ്ട് അവൻ കിതച്ചു. പിന്നെ വേഗം വെള്ളമെടുത്ത് കുടിച്ച് ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ ഫോണെടുത്ത് അതിൽ നിന്നും അഖിലേഷ് എന്ന പേരെടുത്ത് ഡയൽ ചെയ്തു. 1, 2, 3 തവണ ഫോൺ റിങ് ചെയ്തു. അർജുൻ ഫോൺ എടുക്കുന്നത് കാത്ത് അക്ഷമയോടെ ഇരുന്നു. കുളി കഴിഞ്ഞ് മൂളിപ്പാട്ടും പാടി തല തുവർത്തിക്കൊണ്ട് അഖിലേഷ് മുറിയിലേക്ക് വന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിച്ചീക്കുമ്പോഴാണ് ഫോൺ അടിച്ചത്. അവനത് എടുത്തു നോക്കി. അർജുൻ്റെ പേര് കണ്ടതും അവൻ നിന്ന് പരിങ്ങി. അർജുനാണല്ലോ. ആ പെണ്ണിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് അറിയാൻ വിളിക്കുന്നതാവും. എന്താ ഇപ്പോൾ പറയാ? അവൻ ആലോചിച്ചു. അപ്പോഴേക്കും ഫോൺ നിന്നു. വീണ്ടും അത് റിങ് ചെയ്യാൻ തുടങ്ങി. ഏതായാലും എടുക്കാം. അവൻ ഫോൺ എടുത്തു. ഹലോ അർജുൻ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. ആ പെണ്ണിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവൻ മിടുക്കനാണ്. എന്തായാലും എന്തെങ്കിലും തുമ്പ അവൻ കണ്ടെത്താതിരിക്കില്ല, അഖിലേഷ് പറഞ്ഞു. ഇനി അതിൻ്റെ ആവശ്യമില്ലേക്ക്. നീ ഇനി അവളെക്കുറിച്ച് അന്വേഷിക്കണ്ട. അത് കേട്ടും അവൻ ഞെട്ടി. അന്വേഷിക്കണ്ടേ? അതെന്താ? നീ അവളെ കണ്ടെത്തിയോ? ഇല്ല, വർഷം 4-5 ഇനിയും അവളെക്കുറിച്ച് ഓർത്ത് കാലം കഴിക്കുന്നത് ശരിയല്ല. അച്ഛനും അമ്മയ്ക്ക് പ്രായം കൂടി വരിക. എനിക്കൊരു കുടുംബം ഉണ്ടായി കാണാൻ അവർക്ക് അതേ ആഗ്രഹമുണ്ട്. ഒരു മകൻ എന്ന നിലയിൽ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് എൻ്റെ കടമയാണ്. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അഖിലേഷ് ഞെട്ടി. അർജുൻ, അതെങ്ങനെ? ഞാൻ അന്വേഷിച്ചിട്ട് വേണ്ട. 4-5 വർഷമായിട്ട് അന്വേഷിച്ചിട്ടും അവളെ കണ്ടെത്താൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഇനി വേണ്ട. ഈ പേരും പറഞ്ഞ് നീ ഇനി എന്നെ വിളിക്കേണ്ട. ഇത് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. അർജുൻ, അഖിലേഷ് എന്തോ പറയാൻ വന്നതും അവൻ കോൾ കട്ട് ചെയ്തു. അഖിലേഷ് അങ്ങോട്ട് വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇത് വലിയ ചതിയായി പോയല്ലോ. ഇത്രയും കാലം ഈ പേരും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് അതാണ് ലാവിഷായി കഴിഞ്ഞത്. ഇനി ആ പണം പ്രതീക്ഷിക്കണ്ട. പണമില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എന്തെങ്കിലും ഒരു വഴി தெரியாതിരിക്കില്ല, അവൻ പറഞ്ഞു.
ഫോൺ കട്ടിലിലേക്കിട്ട് അർജുൻ കണ്ണടച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കൂട്ടുകാരുടെ ചതിയിൽ അറിയാതെ സംഭവിച്ചു പോയ ഒരു തെറ്റ്, അത് തിരുത്താനാണ് ഇത്രയും കാലം കാത്തിരുന്നത്. പക്ഷേ ആ കാത്തിരിപ്പിന് ഇനി അർത്ഥമില്ല. ചിലപ്പോൾ അവൾ ഊരുതിൻ്റെ മറ്റേതോ ദേശത്തെത്തിയിരിക്കാം, അല്ലെങ്കിൽ അവളിന്ന് മറ്റൊരാളുടെ സ്വന്തമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ താൻ കടന്നു ചെല്ലുന്നത് അവളുടെ ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തുകയുണ്ടാകും. അതുകൊണ്ട് വേണ്ട, ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാം. ഇനി പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. തനിക്ക് വേണ്ടി ജനിച്ച് തനിക്കായി കാത്തിരിക്കുന്ന ഒരുവൾ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടാകും. അവൾക്ക് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സമയമായി. പൂർണ്ണ മനസ്സോടെ അവളെ സ്വാഗതം ചെയ്യുക, അവൻ മനസ്സിൽ പറഞ്ഞു. രാവിലെ തന്നെ റോഡിൽ നല്ല തിരക്കായിരുന്നു. ബസ് വേഗത്തിൽ പാഞ്ഞുപോയി. അപ്പോഴാണ് റോഡിൽ വണ്ടികൾ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത്. നാശം പിടിക്കാൻ, ഇന്നും ബ്ലോക്കാണല്ലോ. മഴ കാരണം അല്ലേ തന്നെ ലേറ്റ്, ഡ്രൈവർ പറഞ്ഞു. കണ്ടക്ടർ പുറത്തേക്ക് നോക്കി. എന്തോ ആക്സിഡൻ്റ് ആണെന്നാണ് തോന്നുന്നത്. രാവിലെ തന്നെ മനുഷ്യൻ മെനക്കെടുത്ത്, ഇനി പോലീസ് വരാതെ ഒന്നും നടക്കില്ല. കണ്ടക്ടർ പറഞ്ഞത് കേട്ട് ഒരു പെൺകുട്ടി ചാടി എഴുന്നിട്ട്, എന്താ ആക്സിഡൻറ്റോ? ആ, ഒരാളുടെ സ്കൂട്ടറിൽ ഇടിച്ചത്. അയ്യോ, ഇതിൽ അയാൾ ആശുപത്രി കൊണ്ടുപോയോ? അതിനൊക്കെ ആർക്കാ കുട്ടിയ നേരം? പോലീസ് വരാതെ അയാൾ ആരും തൊടുവെന്ന് തോന്നുന്നില്ല. എന്ത്? അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി കുടയും ചൂടി ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. വണ്ടിയിടിച്ച ആൾ വഴിയഴുകിൽ ചോര ഒലിപ്പിച്ച് കിടക്കുന്നു. എല്ലാവരും അത് നോക്കി നിൽക്കുന്നു. ചിലർ ഫോണിൽ ഫോട്ടോ എടുക്കുന്നു. അത് കണ്ട് അവളത് ഞെട്ടി. വേഗം അയാളുടെ അരികിലേക്ക് ചെന്ന് അയാളെ തിരിച്ചിട്ടു. ചേട്ടാ, ചേട്ടാ! അവൾ അയാളെ ഒലുക്കി വിളിച്ചു. അയാളൊന്ന് ഞരങ്ങി കണ്ണുകൾ വലിച്ചു തുറന്നു. അത് കണ്ട് അവൾക്ക് ആശ്വാസമായി. പെട്ടെന്ന് തന്നെ അയാളുടെ ബോധം പറഞ്ഞു. അയ്യോ ചേട്ടാ, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ, എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം പ്ലീസ്. അവൾ എല്ലാവരെയും നോക്കുകയാണ്. പക്ഷേ എല്ലാവരും അവിടെ നിന്നും പോയി. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായയായി നിന്നു. പിന്നെ പെട്ടെന്ന് ചെന്ന് വണ്ടിക്ക് കൈ കാണിച്ചു. ആരും നിർത്തിയില്ല. ഒടുവിൽ ഒരു ഓട്ടോക്കാരൻ നിർത്തി. ചേട്ടാ, അവിടെ ആക്സിഡൻറ്റിൽ കിടക്കുക, ഒന്ന് രക്ഷിക്കണം, അദ്ദേഹത്തെ എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവൾ കൈകൂപ്പി പറഞ്ഞു. അയാൾക്ക് അവളോട് അല്പം അലിവ് തോന്നി. എവിടെയാ? ദാ അവിടെ. അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. അവളും ഓട്ടോക്കാരനും ചേർന്നും അയാളെ വണ്ടിയിൽ കയറ്റി വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിട്ടു. AM ഹോസ്പിറ്റലിന് മുന്നിൽ ഓട്ടോ നിർത്തി. കുട്ടി ഇവിടെ ഇരിക്കെ, ഞാൻ പോയി സ്ട്രക്ചർ എടുത്തുകൊണ്ട് വരാം. അതും പറഞ്ഞ് ഓട്ടോക്കാരൻ അകത്തേക്ക് ഓടി. വേഗം സ്ട്രക്ചർ കൊണ്ടുവന്നു. അറ്റൻഡറും ഓട്ടോക്കാരനും എല്ലാം ചേർന്ന് അയാളെ സ്ട്രക്ചറിൽ കിടത്തി. അയാളെ ഉടനെ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ അയാളുടെ അരികിലേക്ക് വന്നു. ഡോക്ടർ, ഒരു ആക്സിഡൻറ്റ് കേസാണ്, പെട്ടെന്ന് നോക്കണം, ഒരുപാട് രക്തം പോയിട്ടുണ്ട്, അവൾ പറഞ്ഞു. ആക്സിഡൻറ്റോ? ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ആക്സിഡൻറ്റ് കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല, വല്ല മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകും, ഡോക്ടർ ദേഷ്യത്തോടെ പറഞ്ഞു. ഡോക്ടർ, അങ്ങനെ പറയരുത്, ഒരു ജീവനല്ലേ, ദയവ് ചെയ്ത് ഇദ്ദേഹത്തെ നോക്കണം, അവൾ കൈകൂപ്പിക്കുകയാണ്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? സിസ്റ്റർ ഇരുവരെയും മാറി മാറി നോക്കി. അരുൺ ഡോക്ടറെ, അയാളുടെ കാര്യം കുറച്ച് സീരിയസാണ്, അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്, സിസ്റ്റർ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. നോക്ക്, ആക്സിഡൻറ്റ് കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇയാളെയും കൊണ്ട് പോകുന്നതാണ് നല്ലത്. അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. നിങ്ങളെന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് വേണ്ട. മരണത്തോട് മല്ലടിക്കുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കുക ഒരു ഡോക്ടറുടെ കടമ. അത് നിർവഹിക്കാൻ തയ്യാറല്ലാത്ത താനൊക്കെ ഒരു ഡോക്ടർ തന്നെയാണോടോ? മനുഷ്യത്വം ഇല്ലാത്തവൻ. എടി, കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ. ഞാൻ ആരാണെന്ന് വെച്ചാടി എന്നോട് തട്ടിക്കയറുന്നത്? താൻ ആരായാലും എനിക്കെന്താടോ? അപകടത്തിൽപ്പെട്ട ഒരു രോഗിക്ക് ചികിത്സ നൽകാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ ഹോസ്പിറ്റൽ തുറന്നു വെച്ചിരിക്കുന്നത്? തൻ്റെയൊക്കെ വീട്ടുകാരെ ചികിത്സിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഇത് ഭ്രാന്താശുപത്രിയാണെന്ന് പുറത്ത് ബോർഡ് വയ്ക്ക്. ഡി, കൂടുതൽ പറഞ്ഞാലല്ല. പറഞ്ഞാൽ താൻ എന്ത് ചെയ്യുമോ? നിന്നെ ഞാൻ. സിസ്റ്റർ ഭീതിയോടെ അവരെ മാറി മാറി നോക്കി. അവർ തല്ലാനായി കൈയുയർത്തിയും സിസ്റ്റർ അയാളെ തടഞ്ഞു. ഡോക്ടർ, വേണ്ട, അയാൾ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് നല്ലത്. അർജുൻ ഡോക്ടർ അറിയാലോ. പിന്നെ സാർ ഈ ആശുപത്രിയിലെന്നല്ല, വേറൊരു ആശുപത്രിയിലും ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. നീ എന്താ അർജുൻ്റെ പേരും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയാണോ? അവൻ വരട്ടെ, ഇത് അവൻ്റെ തന്തയുണ്ടാക്കിയ ഹോസ്പിറ്റലാണെന്ന് വെച്ചും എല്ലാവരെയും ഭരിക്കാനൊന്നും അവൻ കരുതണ്ട. അങ്ങനെ ചെയ്താൽ ഈ അരുൺ ആരാണെന്ന് അവൻ ശരിക്കും അറിയും, അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു. എന്നാ വന്ന് അറിയിച്ചു ആടാ. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും എല്ലാവരും ഞെട്ടി. അർജുൻ ദേഷ്യത്തോടെ അവിടേക്ക് വന്നു. എൻ്റെ തന്തയുണ്ടാക്കിയ ഹോസ്പിറ്റലിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും.
അതനുസരിക്കാൻ വയ്യെങ്കിൽ ഇറങ്ങി പൊക്കോണോ ഇവിടുന്ന്. അരുൺ ഭീതിയോടെ മുഖം കുനിച്ചു. അർജുൻ തിരിഞ്ഞ് അയാളെ പരിശോധിച്ചു. ഒക്കെ പൾസൊക്കെ കുറവാ, എത്രയും പെട്ടെന്ന് അയാളെ ICUലേക്ക് മാറ്റി. കേട്ടതും അറ്റൻഡർ വേഗം അയാളെയും കൊണ്ട് പാഞ്ഞു. സിസ്റ്റർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അർജുൻ നടന്നു. അപ്പോൾ ഒരു ഡോക്ടർ എന്തോ ഫയലുമായി അവൻ്റെ അരികിലേക്ക് വന്നു. അവനത് വാങ്ങി നോക്കുകയായിരുന്നു. അവളാകെ പരിസരം മറന്ന് അന്തം വിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സിസ്റ്റർ അവളെ നോക്കി. കുട്ടിയുടെ ആരാ അയാൾ? അവൾ പക്ഷെ അത് കേട്ടില്ല, അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഹലോ, ചോദിച്ചത് കേട്ടില്ലേ? അവൾ ഞെട്ടലോടെ സിസ്റ്ററെ നോക്കി. എന്താ സിസ്റ്റർ? പേഷ്യൻ്റ് നിങ്ങളുടെ ആരാന്ന്? എൻ്റെ ആരുമല്ല, കോളേജിലേക്ക് പോകുമ്പോൾ വഴിയിൽ ആക്സിഡൻ്റായി കിടക്കുന്നത് കണ്ടു. ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അവൾ പറഞ്ഞത് കേട്ട് അവനൊരു നിമിഷം നിന്നു. ഓ ആണോ? അയാൾ ബന്ധുക്കളെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം. തൽക്കാലം താനിവിടെ ഒന്ന് സൈൻ ചെയ്യണം. അല്ല, എന്താ തൻ്റെ പേര്? അത് അഞ്ജലി. അവൾ അവനെ നോക്കി പറഞ്ഞു. ആ പേര് കേട്ടതും അവനൊന്ന് പകച്ച് തിരിഞ്ഞ് അവളെ നോക്കി. അത് കണ്ട് അവൾ വേഗം മുഖം തിരിച്ച് ഫയൽ വാങ്ങി അതിൽ സൈൻ ചെയ്തു. പിന്നെ അവിടെ നിരത്തിവെച്ച ചെയറിലിരുന്നു. അപ്പോൾ ഒരു സിസ്റ്റർ അവളുടെ അരികിലേക്ക് വന്നു. ഇത് അയാളുടെ മൊബൈലും പേഴ്സുമാണ്. ഇതിൽ നിന്ന് ചിലപ്പോൾ അയാളുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ കിട്ടിയേക്കാം. നിങ്ങൾ അവരെ വിളിച്ച് കാര്യം പറയും. സിസ്റ്റർ നൽകിയ പേഴ്സും ഫോണും അവൾ വാങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഫോണിലേക്കൊരു കോൾ വന്നത്. ഡിസ്പ്ലേയിൽ അനിൽ എന്ന പേര് കണ്ടതും അവളൊന്ന് സംശയിച്ചു. എന്ത് ചെയ്യണം, എടുക്കണോ വേണ്ടയോ? അവൾ ആലോചിച്ചു. പിന്നെ കോൾ എടുത്തു. ഹലോ ഹലോ, എടാ വിഷ്ണു, നീ ഇത് എവിടെയാ? എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ 10 മണിക്ക് തന്നെ എത്തണമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ ഇത് എവിടെ പോയി കിടക്കുക? ഹലോ. പെട്ടെന്നൊരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് അയാളൊന്ന് പകച്ചു. അയ്യോ, ഇതത് പെണ്ണാണല്ലോ, നമ്പർ മാറിപ്പോയാ? അയാൾ പകച്ചുകൊണ്ട് ചോദിച്ചു. നമ്പർ മാറിയിട്ടൊന്നുമില്ല. ഈ ഫോണിൻ്റെ ഉടമ ഇപ്പോൾ ആക്സിഡൻ്റായി AM ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അത് കേട്ടതും അയാളൊന്ന് ഞെട്ടി. എന്ത്, അവൻ ആക്സിഡൻറ്റ് പറ്റിയെന്നും അയാൾ പരിഭ്രമത്തോട് ചോദിച്ചു. അതെ, പേടിക്കാനും മാത്രമൊന്നുമില്ല. നിങ്ങൾ അയാളുടെ റിലേറ്റീവ് ആണെങ്കിൽ ഒന്ന് ഇവിടെ വരെ വരണം. ഞാൻ ഉടനെ തന്നെ എത്താം. അത് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. വേഗം ചെന്ന് വണ്ടിയിൽ കയറി വണ്ടി ഓടിച്ചു പോയി. ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അവൻ അകത്തേക്ക് ഓടി. റിസപ്ഷനിൽ ചെന്ന് അന്വേഷിച്ച ശേഷം നേരെ ICUവിൻ്റെ മുന്നിലേക്ക് ചെന്നു. വാതിൽക്കലെത്തിയതും പരിഭ്രമത്തോടെ അവൻ അകത്തേക്ക് നോക്കുന്നത് കൊണ്ട് അഞ്ജലി അവൻ്റെ അരികിലേക്ക് വന്നു. എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ അനിൽ? അതെ. കുട്ടിയാണോ ഫോൺ എടുത്തത്? അതെ, ഡോക്ടറെ അടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഓ, എന്നാലും അവൻ ഇങ്ങനെ പറ്റിയില്ലെന്ന് ഓർക്കുമ്പോഴാണ്. അനിലാകെ ടെൻഷനോടെ അവിടെ നിന്നു. അപ്പോഴേക്കും ഡോർ തുറന്ന് അർജുൻ പുറത്തേക്ക് വന്നു. അനിൽ വേഗം ഓടിച്ചെന്ന് ഡോക്ടർ, വിഷ്ണു ഇപ്പോൾ എങ്ങനെയുണ്ട്? അർജുൻ അവനെ നോക്കി. നിങ്ങൾ അയാളുടെ സുഹൃത്താണ്. അയാളുടെ റിലേറ്റീവ്സൊക്കെ? അമ്മയും അനിയനാണുള്ളത്. അനിയൻ ആർമിയിലാണ്. പിന്നെയുള്ള ചേച്ചി വിവാഹമൊക്കെ കഴിച്ച് ചെന്നൈയിലാണ്. വീട്ടിലിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. എന്ത് സാർ അവൻ്റെ കണ്ടീഷൻ? പേടിക്കാനും മാത്രമൊന്നുമല്ല, തലയ്ക്ക് പിന്നിലൊരു മുറിവുണ്ട്, അത് സ്റ്റിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വലത് കൈക്കും കാലിനും പരിക്കുണ്ട്. ഏതായാലും ഇന്ന് ICUവിൽ കിടക്കട്ടെ, നാളെ നോക്കിയിട്ട് റൂമിലേക്ക് മാറ്റാം, അർജുൻ പറഞ്ഞു. അത് കേട്ടതും അനിലിന് ആശ്വാസമായി. അർജുൻ നടന്നു നീങ്ങവേ തലച്ചിരിച്ച് അഞ്ജലിയെ ഒന്ന് നോക്കി. അവൾ അസ്വസ്ഥതയോടെ മുഖം കുനിച്ച് നിന്നു. അവൻ നടന്നതും അവൾ അനിലിൻ്റെ അരികിലേക്ക് വന്നു. എന്തു പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, നാളെ നോക്കിയിട്ട് റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പോയിക്കോട്ടെ? ആയിക്കോട്ടെ. ഏതായാലും അവനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവരാനും ഇത്തിരി നേരം ഇവിടെ നിൽക്കാനും ഒക്കെ മനസ്സ് കാണിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലാണെങ്കിൽ എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി, അത്രമാത്രം. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അവനോട് യാത്ര പറഞ്ഞ് അവൾ നടന്നു. ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് അർജുൻ തന്നെ ക്യാബിനിലേക്ക് വന്നിരുന്നു. ചെയറിൽ കണ്ണുകളടച്ച് ചാരിയിരുന്നു. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് അഞ്ജലിയുടെ മുഖം തെളിഞ്ഞതും അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. താൻ എന്തിനാ ആ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവനാകെ കൺഫ്യൂഷനായി. ആദ്യമായിട്ടാണ് അവൾ കാണുന്നത്. പക്ഷേ പറയാൻ പറ്റാത്ത എന്തോ ഒരടുപ്പം അവളോട് തനിക്ക് തോന്നുന്നു. മുൻപ് എവിടെയോ കണ്ടു മറന്നതുപോലെ. പക്ഷേ എവിടെയൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അവന് തല പെരുക്കുന്നത് പോലെ തോന്നി. അവൻ വാച്ചിലേക്ക് നോക്കി. മണി 7 കഴിഞ്ഞിരിക്കുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇനി ഏതായാലും വീട്ടിലേക്ക് പോകാം. അവൻ എഴുന്നേറ്റു.
കാറ് മുറ്റത്തേക്ക് കടക്കുമ്പോഴേ കണ്ടു അച്ഛനൊപ്പം വരാന്തയിലിരുന്ന് സംസാരിക്കുന്ന ഒരാളെ. വണ്ടി നിർത്തി ഇറങ്ങി അവൻ ബാഗുമായി വരാന്തയിലേക്ക് കയറി. വരാന്തയിലിരിക്കുന്ന ആളെ കണ്ടതും അവന് നെറ്റിച്ചുളിഞ്ഞു. ഓർമ്മയിൽ ആ മുഖം അവൻ തിരഞ്ഞു. ആ, അർജുൻ വന്നല്ലോ. അജു, എനിക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? ആനന്ദൻ ചോദിച്ചു. അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ അയാളെ തന്നെ നോക്കി. പെട്ടെന്ന് അവൻ്റെ മുഖം വിടുന്നു. ദാസൻ അങ്കിൾ, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ആ, അപ്പോൾ അർജുമോൻ എന്നെ മറന്നിട്ടില്ല. അങ്ങനെ മറക്കാൻ പറ്റുമോ അങ്കിൾ? എത്ര കാലമായി കണ്ടിട്ട്. അന്ന് നാട്ടിലേക്ക് പോയതിൽ പിന്നെ ഒരു വിവരമില്ലല്ലോ. ഞങ്ങളൊക്കെ മറന്നല്ലേ? ഏയ്, മറന്നതൊന്നല്ല മോനെ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമായിപ്പോയിരുന്നു. പിന്നെ ഞാൻ തനിച്ചല്ല കേട്ടോ വന്നത്, എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അതും പറഞ്ഞ് അയാൾ തിരിഞ്ഞ് അകത്തേക്ക് നോക്കി. അഞ്ജലി! അയാൾ ഉറക്കെ വിളിച്ചതും അവൻ അമ്പരപ്പോടെ കണ്ണും വീഴ്ച നിന്നുപോയി. തുടരും.